മലയോര മേഖലയിലേക്കുള്ള ഉല്ലാസയാത്രകൾ ദുരന്തമാവാതിരിക്കാൻ സഞ്ചാരികൾക്ക് പ്രത്യേക കരുതൽ വേണം. പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്നവർ പതിയിരിക്കുന്ന അപകട സാധ്യതകളും മുൻകൂട്ടി മനസ്സിലാക്കിയിരിക്കണം. ജീവഹാനി വരുന്ന തലത്തിലേക്ക് ഉല്ലാസം അതിരുകടക്കാതിരിക്കാനും ശ്രദ്ധ വേണം. പുനലൂർ അടക്കമുള്ള കിഴക്കൻ മലയോരം പ്രാദേശിക സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരുടെ ഇഷ്ട ലൊക്കേഷനുകളാണ്. എന്നാൽ സുഹൃത്തുക്കളും കുടുംബവുമായി എത്തുന്ന സഞ്ചാരികൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാക്കുകയും മുൻകരുതലെടുക്കുകയും വേണം. കഴിഞ്ഞ ദിവസം RPLന്റെ കേളങ്കാവിലെ ഹെലിപ്പാഡ് പരിസരത്ത് ഉല്ലാസയാത്രയ്ക്കെത്തിയ പുനലൂർ സ്വദേശികളായ 4 യുവാക്കൾ സഞ്ചരിച്ചിരുന്ന കാർ 50 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചിരുന്നു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു കാർ. മടങ്ങിപ്പോകാൻ പിന്നോട്ടെടുത്ത കാർ കൊക്കയിലേക്ക് മറിഞ്ഞതായാണ് പ്രാഥമിക നിഗമനം. അല്പനേരത്തെ അശ്രദ്ധ കാരണം സുഹൃത്തുക്കളുമായുള്ള സന്തോഷ നിമിഷങ്ങൾ ഒടുവിൽ വലിയ അപകടത്തിന് വഴിമാറുകയായിരുന്നു. RPLന്റെ വിശാലമായ റബ്ബർ തോട്ടത്തിന് നടുവിൽ ഏറ്റവും ഉയർന്ന പ്രദേശത്താണ് ഹെലിപ്പാഡ്. റബ്ബർ മരങ്ങൾക്ക് തുരിശു തെളിക്കുന്നതിനായി ഹെലികോപ്റ്റർ പറന്നിറങ്ങാൻ വർഷങ്ങൾക്ക് മുൻപാണ് ഇത് നിർമ്മിച്ചത്. ഇതിനു ചുറ്റും 100 അടിയിലേറെ താഴ്ചയിലാണ് തോട്ടം. പശ്ചിമഘട്ടത്തിന്റെ വിദൂര ദൃശ്യം കാണാനാവുന്ന വ്യൂ പോയിന്റ് കൂടിയാണ് ഹെലിപ്പാഡ്. സാധാരണയായി ആളുകൾ എത്താറുണ്ടെങ്കിലും ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത് ആദ്യമാണ്. വിജനമായ ഈ പ്രദേശത്ത് അപകടം നടന്നത് ശ്രദ്ധയിൽപ്പെട്ട മറ്റ് 2 യുവാക്കളാണ് അപകട വിവരം പുറത്തറിയിച്ചത്. അഗ്നിരക്ഷാസേനയും പോലീസും എത്തി കാറിനുള്ളിൽ കുടുങ്ങിയവരെ ഏറെ ശ്രമകരമായാണ് പുറത്തെടുത്തത്. പാമ്പുകളുടെ സാന്നിധ്യം ഏറെയുള്ള മേഖലയിൽ രാത്രി രക്ഷാപ്രവർത്തനം ഏറെ ക്ലേശകരമായിരുന്നു. മലയോരത്തെ ഉയർന്ന പ്രദേശങ്ങൾക്കും പാറക്കെട്ടുകൾക്കും മുകളിലേക്ക് പോകുന്ന സഞ്ചാരികളും ജലാശയങ്ങളിൽ ഇറങ്ങുന്നവരും അതീവ ജാഗ്രത പാലിക്കണം. വന്യജീവികൾ ഇറങ്ങുന്ന വഴികളിലും മുൻകരുതലെടുക്കണം. ജീവിത തിരക്കുകളിൽ നട്ടം തിരിയുമ്പോൾ പച്ചപ്പുകൾ തേടിയുള്ള യാത്രകൾ മനസ്സിന് ഉല്ലാസവും ഉന്മേഷവും പകരും. എന്നാൽ സന്തോഷത്തിനു വേണ്ടിയുള്ള യാത്രകൾ എക്കാലത്തേക്കുമുള്ള വിലാപത്തിലേക്ക് വഴിമാറാതെ നല്ല കരുതലുണ്ടാകണം. ഇടയ്ക്കിടയ്ക്ക് പോലീസുകാർ വന്ന് പോകുന്നതുകൊണ്ട് അന്നേരം ശല്യമില്ലായിരുന്നു. വീണ്ടും തുടങ്ങി. ഇന്നലെ അപകടം പറ്റിയത് വേറെ ആരാ കണ്ട് ഇവിടെ വന്നപ്പം പിള്ളേർ ബൈക്കും കൊണ്ട് വന്നപ്പോഴാണ് ഈ വണ്ടി മറിയുന്നത് കണ്ടാണ് വിളിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അന്നേരം ഫയർ സർവീസുകാർ ബാക്കി എല്ലാവർക്കും പറഞ്ഞ് ഇന്നലെ രക്ഷാപ്രവർത്തനം പണി ചെയ്തു. അന്നേരമല്ല നാട്ടുകാർ മൊത്തം അറിഞ്ഞത്. എത്ര മണി കറക്റ്റ് ഒരു പറയാൻ പറ്റത്തില്ല, നമുക്ക് അറിയത്തില്ല. ഇവിടെ വന്നപ്പോൾ എന്തായാലും 6-7 മണി ആയി തോന്നുന്നു എല്ലാവരും വന്നപ്പോഴേക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.